സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ആ സ്പോട്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് 5500 രൂപ ഉണ്ട് പോയി. ഒരു പക്ഷേ നാളെ നിങ്ങളുടെ കയ്യിൽ നിന്നായിരിക്കും ഈ ഒരു ക്യാഷ് പോകുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത് തന്നെ ഒരു കാറിൻ്റെ ഹോണടി കേട്ടണേ. അപ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ മുറ്റത്തൊരു കാർ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോഴും ആ കാറിൽ നിന്ന് രണ്ടാൾക്കാർ ഇറങ്ങി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ചവിട്ടി കർട്ടണൊക്കെ ഇങ്ങനെ കാറിൽ കൊണ്ട് നടന്ന് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ സാറിന് എന്തെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടോ വെച്ചു. ഞാൻ പറഞ്ഞു, നിലവിലിപ്പോൾ വീട്ടിൽ ചവിട്ടിയുണ്ട്, കർട്ടനുണ്ട്, എല്ലാ റൂമിലും ജനലിൽ കർട്ടനുണ്ട്, അതും പുതിയ കർട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചവിട്ടിയുണ്ട് കാരണം. അങ്ങനെ അവരെന്ത് ചെയ്തു, നേരെ സിറ്റൗട്ടിൽ കണ്ട് കയറി. സിറ്റൗട്ടിൽ കയറിയിട്ട് പറയണേ, അയ്യോ സാറേ, ഈ സീറ്റ് ഔട്ടിൽ ഇപ്പോൾ ചവിട്ടിയില്ലല്ലോ, ഞങ്ങളെ കയ്യിൽ ഒരു അടിപൊളി ചവിട്ടിയുണ്ട്, ആ ചവിട്ടിയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആൾ എന്ത് ചെയ്തു അറിയോ, കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് പോയിട്ട് ഒരു ചവിട്ടിൻ്റെ ബണ്ടിലെടുത്തുകൊണ്ടിട്ട് ആ സീറ്റ് ഔട്ടിലോട്ട് വിരിച്ചു കാണിച്ചു തന്നിട്ട് പറഞ്ഞു, കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട്, ഇത് നമുക്ക് വെക്കാൻ സാറേ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ മഴക്കാലമായിട്ട് ഇവിടെ നിലവിലുള്ള ചവിട്ടി അത്യാവശ്യം ചെളിയും പൊടിയൊക്കെ ആയിട്ട് ഞാനത് കഴുകി വെച്ചതാണ്, വെള്ളം ഒന്ന് വലിഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് കൊണ്ടിടും, അപ്പോൾ അതുവരെയുള്ള ഈ ഒരു ബുദ്ധിമുട്ട് അത് ഞങ്ങൾക്ക് കുഴപ്പമില്ലാറും. അപ്പോൾ തന്നെ ഇത് മറ്റുള്ള മുറിക്കാൻ തുടങ്ങി. ആ ഒപ്പം കൂടെ വന്ന ആൾ ചവിട്ടിയിട്ടിട്ട് അത് മുറിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇത് മുറിക്കണത്, ഞാൻ ഇവിടെ ചവിട്ടി വേണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞേ. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഇത് അധികം പൈസ ഒന്നും വരില്ല, ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം അളക്കുകയാണെങ്കിൽ ഒരു 1.5 മീറ്റർ വരുള്ളൂ, അപ്പോൾ ഒരു 250 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ സാറിന് അധികം കാശൊന്നും വരില്ല, നല്ല ചവിട്ടിന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് വിചാരിച്ചു, 250 രൂപ വരുള്ളൂ. അപ്പോൾ അളക്കുമ്പോൾ ഒരു 1.5 മീറ്ററുള്ള സിറ്റ് ഔട്ടിൻ്റെ നീളം, അത് വാതിലിൻ്റെ അടുത്ത് നിന്ന് സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു സ്റ്റെപ്പ് വരെ 1.5 മീറ്റർ നീളം. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് 1.5 മീറ്ററിൻ്റെ അടുത്തുള്ളൂ, അപ്പോൾ സാറിന് അധികം കാശൊന്നും വരില്ല, 250 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ചാർജൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു, ഞാനിപ്പോൾ ഇവിടെ നിലവിൽ വാങ്ങി വെച്ച ചവിട്ടി ഏകദേശം 3500 രൂപേൻ്റെ ചവിട്ടിയാണ്. അത് സിറ്റ് ഔട്ടിൻ്റെ വാതിൻ്റെ ഒരു ലെവലിക്കും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു 1.5-3 മീറ്റർ സ്റ്റെപ്പുണ്ട്, 2 സ്റ്റെപ്പ് 3 മീറ്ററിൻ്റെ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് അടക്കം ഞാൻ വാങ്ങിയ ചവിട്ടിക്ക് 3500 രൂപയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കണക്കൂട്ടി, 250 രൂപയാണെങ്കിൽ അത്രയൊന്നും ചാർജ് വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇവർ മുറിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ പറഞ്ഞു, ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ മുറിച്ചോളി ഞാനൊരു മനസ്സോടെ പറഞ്ഞു പോയി. ആ സ്പോട്ടിൽ ഇവരാണ് മുറിച്ചു. എന്നിട്ട് ഇവരെ ഫോൺ എടുത്ത് കാൽക്കുലേറ്ററിൽ എടുത്തിട്ട് പറയണേ 5500 രൂപ. ഞാൻ പറഞ്ഞു, എങ്ങനെ 5500 രൂപ, നിങ്ങൾ പറഞ്ഞത് മീറ്ററിന് 250. അപ്പോൾ പറയണേ, മീറ്റർ കണക്കല്ല ഞങ്ങൾ പറഞ്ഞത്, സ്ക്വയർ ഫീറ്റ് കണക്കാണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം പറയണം, ഇത് സ്ക്വയർ ഫീറ്റിനാണ് 250 രൂപ വരികയാണ്, അപ്പോൾ നിങ്ങളിത് ഇത്ര മീറ്ററേ വരുള്ളൂ, അപ്പോൾ അധികം ചാർജ് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എന്താ വിചാരിച്ചത്, ഇത് മീറ്ററിനാണ് 250 രൂപ എന്ന്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വർത്താനം പറഞ്ഞു. പിന്നെ അവസാനം എന്ത് ചെയ്തു, ഞാൻ 5500 രൂപയാണ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഒരു നിവർത്തിയില്ലാതെ ഞാൻ കൊടുത്തു. എന്നിട്ട് പിന്നെ അവർ നേരെ അകത്ത് കയറിയിട്ടാണ്. അകത്ത് കയറി വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് കർട്ടൻ വേണമെന്ന്. ഞാൻ പറഞ്ഞു, വീട്ടിൽ പുറത്തിറങ്ങി. എന്തിനപ്പോൾ ആരോട് വെച്ചിട്ട് അകത്ത് കയറി വെച്ചു. ആകപ്പാടെ ഭ്രാന്ത് വെച്ചിരുന്നു. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ 5000 രൂപ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഒരു ഉളുപ്പില്ലാതെ വീടിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് കർട്ടൻ നോക്കുക. ഞാൻ പറഞ്ഞു, കർട്ടൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾ പോയിക്കോളിയാറും. അങ്ങനെ എന്ത് ചെയ്തു, അവർ പോയി. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടെന്ന് ആ ഒരു ദേഷ്യം ഇങ്ങനെ ആരോട് തീർക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഉണ്ട് ഒരു ന്യൂസ് കേൾക്കണേ, നമ്മുടെ കുറച്ച് അപ്പുറത്തൊരു അയൽവാസിയുണ്ട്, ആ പെണ്ണിൻ്റെ വീട്ടിലും പോയിട്ട് ഇവർ ഇതേപോലെ ചവിട്ടി കച്ചവടം ചെയ്തു. ആ പെണ്ണ് എന്ത് ചെയ്തു, പാവം അയൽക്കൂട്ടം നിന്നൊക്കെ കാശ് ലോൺ എടുത്ത പൈസയാണ്, ആ പൈസ എടുത്തു 7000 രൂപേൻ്റെ ചവിട്ടി അതിൻ്റെ കയ്യിൽ നിന്നും പോയി. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് 5500 റുപ്യല്ലേ പോയത്. ആ ഒരു ആശ്വാസത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ചവിട്ടി കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നാളെ അവരും രാവിലെ നിങ്ങളെ വീടിൻ്റെ മുന്നിൽ വന്നിരിക്കാം, അല്ലെങ്കിൽ ഉച്ചക്കോ എപ്പോഴെങ്കിലും നിങ്ങളെ വീടിൻ്റെ മുന്നിൽ ഒരു കാറും കൊണ്ട് കൊല്ലം ടീമാണെന്ന് പറഞ്ഞ് വരും. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, ഇത്ര രൂപയാണ് ചവിട്ടിയാണെന്നൊക്കെ പറയും. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അവർ ഈ റേറ്റ് പറയുന്നത് മീറ്റർ കണക്കിലല്ല, സ്ക്വയർ ഫീറ്റ് റേറ്റാണ്. സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വില പറയുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. അതുകൊണ്ടാണ് എനിക്ക് 5500 രൂപ വന്നത്. ഏകദേശം ഒരു 1000, 1500, 2000 രൂപേൻ്റെ ഉള്ളിൽ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, മീറ്ററിന് 250 രൂപ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പോൾ ആ ഒരു അബദ്ധത്തിൽ ആരും ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ എന്തായാലും അവർ നമ്മളെ പെടുത്തിയ ആ ഒരു ചവിട്ടി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതാണ് ആ ഒരു ചവിട്ടി, ഇതാണ് അതിൻ്റെ ഡിസൈൻ. അവരിങ്ങനെ പറയുകയാണ്, ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ആണ്, ഒരിക്കലും അമരില്ല താവൂല എന്നൊക്കെ. കണ്ടോ, ഈ ഒരു സാധനമാണ് ഇന്ന് രാവിലെ തന്നെ നമ്മളെ പറ്റിച്ച് പോയത്. കണ്ടല്ലോ, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ഓരോരോ അബദ്ധത്തിൽ ചെന്ന് ചാടണതേ. അപ്പോൾ ഒരു പക്ഷേ നാളെ നിങ്ങളെ വീട്ടിൽ ഇവർ വന്നിരിക്കാം, ആരും ഇങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി ചാടരുത് കേട്ടോ.